അമേരിക്കൻ ഭരണ സ്ഥിരാകേന്ദ്രമായ വൈറ്റ് ഹൗസിൽ ഒരു ഫെയ്ത്ത് ഓഫീസ് സ്ഥാപിക്കുമെന്നും ആ ഫെയ്ത്ത് ഓഫീസിന്റെ ചുമതല തന്റെ സ്പിരിച്വൽ അഡ്വൈസർ ആയിരിക്കുന്ന പാസ്റ്റർ പോള വൈറ്റ് കെയ്ൻ ആയിരിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 7 രാവിലെ നടന്ന ഒരു പ്രയർ ബ്രേക്ക്ഫാസ്റ്റിൽ വെച്ചാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്രകാരം ഒരു പ്രഖ്യാപനം നടത്തിയത്. പ്രസിഡന്റായി ചുമതലയേറ്റ് കഴിഞ്ഞ 15 ദിവസത്തിനിടയിൽ അത്ഭുതപ്പെടുത്തുന്ന നിരവധി പ്രഖ്യാപനങ്ങളും എക്സിക്യൂട്ടീവ് ഉത്തരവുകളും ട്രംപ് പുറത്തിറക്കി കഴിഞ്ഞു. ഓരോ ദിവസവും ലോകത്തെ വിസ്മയിപ്പിക്കുന്ന തീരുമാനങ്ങളാണ് ട്രംപ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ക്രൈസ്തവ വിശ്വാസം സംരക്ഷിക്കേണ്ടതിനു വേണ്ടിയും അമേരിക്കയിലെ ഗവൺമെന്റ് സംവിധാനങ്ങളിലുള്ള ക്രൈസ്തവ വിരുദ്ധത ഇല്ലാതാക്കുന്നതിനുമുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒപ്പുവെച്ചിരുന്നു. ഇപ്പോഴിത് ഫെയ്ത്ത് ഓഫീസ് എന്ന പേരിൽ കുറച്ചുകൂടെ വ്യക്തമായ, കുറച്ചുകൂടെ ശക്തമായ ഒരു സംവിധാനം അദ്ദേഹം രൂപപ്പെടുത്തുന്നു. മാത്രവുമല്ല, അതിന്റെ പ്രധാന ചുമതലയിലേക്ക് തന്റെ സ്പിരിച്വൽ അഡ്വൈസറെ തന്നെ അദ്ദേഹം നിയമിക്കുന്നു. ഇനി ആരാണ് പാസ്റ്റർ പോള വൈറ്റ് കെയ്ൻ? പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പോള വൈറ്റ് കെയ്ന്റെ ബന്ധം എന്താണ്? ട്രംപ് ഭരണകൂടത്തിൽ പാസ്റ്റർ പോള വൈറ്റ് കെയ്ന് എത്രത്തോളം സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും? അത് അമേരിക്കയിലെ ക്രൈസ്തവ സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യുമോ? നമുക്ക് പരിശോധിക്കാം. പാസ്റ്റർ പോള വൈറ്റ് കെയ്ൻ അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധയായ, പോപ്പുലറായ ടെലി ഇവാഞ്ചലിസ്റ്റും പ്രോസ്പെരിറ്റി തിയോളജിയുടെ വക്താവും മോട്ടിവേഷണൽ സ്പീക്കറുമാണ്. എന്നാൽ ഏറ്റവും പ്രധാനം, അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്പിരിച്വൽ അഡ്വൈസർ സ്ഥാനമുള്ള വ്യക്തിയാണ് ഈ വനിതാ പാസ്റ്റർ എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് മത്സരിക്കുന്ന 3 തവണയും ഡൊണാൾഡ് ട്രംപിന്റെ ടീമിലെ പ്രധാനപ്പെട്ട പാസ്റ്റേഴ്സിൽ ഒരാളായിരുന്നു പാസ്റ്റർ പോള വൈറ്റ് കെയ്ൻ. തെരഞ്ഞെടുപ്പുകളിൽ അതിശക്തമായി ട്രംപിന് വേണ്ടി നിലപാടുകൾ കൈക്കൊള്ളുകയും ഇവാഞ്ചലിക്കൽ പെന്തക്കോസ്ത് സമൂഹത്തെ ട്രംപിനു വേണ്ടി ഒന്നിച്ചു കൂട്ടുന്നതിലും കറുത്ത വർഗക്കാരുടെ സഭകളുമായി ട്രംപിനെ കണക്ട് ചെയ്യുന്നതിലും പാസ്റ്റർ പോള വൈറ്റിന് നിർണായകമായ പങ്കുണ്ടായിരുന്നു. സ്വാഭാവികമായും ട്രംപിന്റെ ഭരണ സംവിധാനങ്ങളിൽ പോള വൈറ്റിന് ശക്തമായി ഇടപെടുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആദ്യ തവണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കവേ ഡൊണാൾഡ് ട്രംപിന്റെ സംഘത്തിലെ ഇവാഞ്ചലിക്കൽ അഡ്വൈസറി ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നു പോള വൈറ്റ്. തുടർന്ന് 2017 അധികാരത്തിലെത്തിയപ്പോൾ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്ന ചടങ്ങിൽ പ്രാർത്ഥന നടത്തുവാൻ ട്രംപ് തിരഞ്ഞെടുത്തതും പോള വൈറ്റിനെ ആയിരുന്നു. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഇപ്രകാരം ഒരു ചടങ്ങിൽ ഒരു വനിതാ പാസ്റ്റർ പ്രാർത്ഥന നടത്തുവാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2019 വൈറ്റ് ഹൗസിലെ പബ്ലിക് ലൈസൺ ഓഫീസിൽ ഫെയ്ത്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇനിഷ്യേറ്റീവിന്റെ സ്പെഷ്യൽ അഡ്വൈസറായി ട്രംപ് പോള വൈറ്റിനെ നിയമിച്ചു. ഇപ്പോൾ അതിനേക്കാൾ പ്രാധാന്യത്തോടെ വൈറ്റ് ഹൗസ് ഫെയ്ത്ത് ഓഫീസിന്റെ ചുമതലയാണ് പോള വൈറ്റിന് ട്രംപ് നൽകിയിരിക്കുന്നത്. ഫ്ലോറിഡ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പോള വൈറ്റ് മിനിസ്ട്രീസിന്റെ പ്രസിഡന്റാണ് പാസ്റ്റർ പോള വൈറ്റ് കെയ്ൻ. ഈ പ്രസ്ഥാനം ലോകമെങ്ങുമായി ശതകോടികളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. കൂടാതെ ഡേ സ്റ്റാർ ടെലിവിഷനിൽ പോള ടുഡേ എന്ന പേരിൽ പോപ്പുലറായ ഒരു ടെലിവിഷൻ പ്രോഗ്രാമിന്റെ അവതാരികയാണ് കഴിഞ്ഞ ചില വർഷങ്ങളായി പോള വൈറ്റ് കെയ്ൻ. നിരവധി ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങളുടെ എഴുത്തുകാരി, മോട്ടിവേഷണൽ സ്പീക്കർ എന്നീ നിലകളിലൊക്കെ പ്രസിദ്ധയായ, ഏറ്റവും ശക്തിയായ അമേരിക്കൻ വനിതാ പാസ്റ്റേഴ്സിൽ ഏറ്റവും മുൻനിരയിലുള്ള വ്യക്തിയാണ് പോള വൈറ്റ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പാസ്റ്റർ പോള വൈറ്റിന് കഴിഞ്ഞ 20 വർഷമായി വളരെ അടുത്ത സൗഹൃദമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്പിരിച്വൽ അഡ്വൈസർ, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ സ്പിരിച്വൽ അഡ്വൈസർ എന്നുള്ള നിലയിലാണ് പോള വൈറ്റ് അമേരിക്കയിൽ ഏറ്റവും പോപ്പുലർ ക്രിസ്ത്യൻ ലീഡറായി മാറ്റപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി ഈ വനിതാ പാസ്റ്റർക്ക് ഡൊണാൾഡ് ട്രംപുമായി വ്യക്തിപരമായ അടുപ്പവും സൗഹൃദവുമുണ്ട്. ഡേ സ്റ്റാറിലെ പോള ടുഡേ എന്ന പ്രോഗ്രാമിനിടയിൽ വെച്ചാണ് ഡൊണാൾഡ് ട്രംപും പോള വൈറ്റും തമ്മിൽ പരിചയപ്പെടുന്നത്. അതിനുശേഷം
പോള വൈറ്റ് ഡൊണാൾഡ് ട്രംപിനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിച്ചു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതായത് ഒരു വലിയ ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ ആഘോഷമായ ഒരു ജീവിതം നയിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപിനെ ക്രിസ്തുവിന്റെ പാതകളിലേക്കും ക്രിസ്തീയ വിശ്വാസത്തിലേക്കും നയിച്ചത് പോള വൈറ്റ് എന്ന ഈ വനിതാ പാസ്റ്റർ ആണെന്ന് കരുതപ്പെടുന്നു. അമേരിക്കയിലെ പ്രമുഖ ഇവാഞ്ചലിക്കൽ എഴുത്തുകാരനും മനഃശാസ്ത്രജ്ഞനും യാഥാസ്ഥിക ക്രിസ്ത്യൻ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിത്വവുമായ ജെയിംസ് ഡോബ്സൺ പോള വൈറ്റ് ആണ് ഡൊണാൾഡ് ട്രംപിനെ ക്രിസ്തുവിലേക്ക് നയിച്ചതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, കഴിഞ്ഞ 20 വർഷമായി ഡൊണാൾഡ് ട്രംപിന്റെ ആസ്ഥാനത്തേക്ക് നിരന്തരം യാത്ര ചെയ്യുകയും അവിടെ സ്വകാര്യമായ ബൈബിൾ സ്റ്റഡികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിൽ പോള വൈറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ നിലയിൽ ട്രംപിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിൽ പാസ്റ്റർ പോള വൈറ്റിന് നിർണായകമായ ഒരു പങ്കുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ സമീപകാലത്ത് ഡൊണാൾഡ് ട്രംപ് ദീർഘകാലമായി താൻ അംഗമായിരുന്ന പ്രസ്ബിറ്റേറിയൻ സഭാ അംഗത്വം വേണ്ടെന്ന് വെച്ചതും തുടർന്ന് ഇവാഞ്ചലിക്കൽ സഭകളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പ്രവേശിച്ചതുമൊക്കെ പാസ്റ്റർ പോള വൈറ്റ് കെയിന്റെ സ്വാധീനം മൂലമാണെന്ന് കരുതപ്പെടുന്നു. എന്തായിരുന്നാലും ഡൊണാൾഡ് ട്രംപിന്റെ വിവാദമായ നിരവധി തീരുമാനങ്ങളുടെ പുറകിലും ക്രൈസ്തവ പക്ഷപാതിത്വപരമായ ഉത്തരവുകളുടെ പുറകിലും പാസ്റ്റർ പോള വൈറ്റിന്റെ സ്വാധീനമുണ്ടെന്ന് ആളുകൾ കരുതി തുടങ്ങിയിരിക്കുന്നു. ഇനി പോള വൈറ്റിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക്. മിസിസിപ്പിയിലാണ് പോള വൈറ്റ് ജനിച്ചത്. പോള വൈറ്റിന്റെ മാതാപിതാക്കൾ ഒരു കരകൗശല കടയുടെ ഉടമകളായിരുന്നു. എന്നാൽ പോള വൈറ്റിന് 5 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ വഴിപിരിഞ്ഞു. പിന്നീട് മാതാവിനോടൊപ്പമായി പോള വൈറ്റിന്റെ ജീവിതം. ഇതിനിടയിൽ പോള വൈറ്റിന്റെ പിതാവ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. വിവാഹമോചനത്തെ തുടർന്ന് പോള വൈറ്റിന്റെ മാതാവ് തന്റെ 2 മക്കളുമായുള്ള ജീവിതം വളരെ അരക്ഷിതമായ ഒരു ജീവിതമായിരുന്നു. അവർ തികഞ്ഞ മദ്യപാനിയായിരുന്നു എന്നുള്ളതും ആ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ ദുരിതപൂർണമാക്കി മാറ്റി. എന്നാൽ ചില വർഷങ്ങൾക്കകം പോള വൈറ്റിന്റെ മാതാവ് ഒരു നേവി ഉദ്യോഗസ്ഥനെ വിവാഹം കഴിച്ചു. അതോടെ അവർ ഒരുമിച്ച് വാഷിംഗ്ടൺ DC-യിലേക്ക് താമസം മാറ്റി. ഈ വാഷിംഗ്ടൺ DC-യിലേക്കുള്ള മെരിലാൻഡിലേക്കുള്ള മാറ്റമാണ് പോള വൈറ്റിന്റെ ജീവിതത്തെ വഴിതിരിച്ചു വിടുന്നത്. മെരിലാൻഡിലെ സെനക്ക വാലി സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പോള വൈറ്റ് 18ാമത്തെ വയസ്സിൽ മെരിലാൻഡിലെ ഡമാസ്കസ് ചർച്ച് ഓഫ് ഗോഡ് സഭയിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കവേ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതേ വർഷം തന്നെ തന്റെ കൗമാരം പിന്നിടുന്നതിനു മുന്നമേ തന്നെ പോള വൈറ്റ് വിവാഹിതയായി. തൊട്ടടുത്ത വർഷത്തിൽ ഒരു കുഞ്ഞിന് ജന്മവും നൽകി. എന്നാൽ അധികകാലം ഈ ദാമ്പത്യം നീണ്ടു നിന്നില്ല. 4 വർഷത്തിനകം ആ യുവ ദമ്പതികൾ വഴിപിരിഞ്ഞു. പിന്നീട് പോള വൈറ്റിന്റെ ജീവിതത്തെ സമൂലമായി രൂപാന്തരപ്പെടുത്തിയ, മാറ്റിമറിച്ച, അവൾ ഒരു ശുശ്രൂഷകയായി മാറത്തക്ക നിലയിൽ പിന്നീട് പോള വൈറ്റിന്റെ ജീവിതത്തെ സമൂലമായി മാറ്റിമറിച്ച ഒരു പുതിയ ബന്ധത്തിലേക്ക് പോള വൈറ്റ് പ്രവേശിക്കുകയായിരുന്നു. ഡമാസ്കസ് ചർച്ച് ഓഫ് ഗോഡിലെ അസോസിയേറ്റ് പാസ്റ്ററായ പാസ്റ്റർ റാൻഡിയുമായി 1989 പോള വൈറ്റിന്റെ 2ാമത്തെ വിവാഹം നടന്നു. ആ വിവാഹത്തെ തുടർന്ന് 1991 ആ ദമ്പതികൾ ഫ്ലോറിഡയിലേക്ക് താമസം മാറ്റുകയും ടാംപയിൽ സ്വന്തമായി ഒരു സഭ ആരംഭിക്കുകയും ചെയ്തു. പോള വൈറ്റിന്റെ ശുശ്രൂഷ ജീവിതത്തിലേക്കുള്ള പ്രവേശനം സാധ്യമായത് അങ്ങനെയാണ്. അവരിരുവരും ചേർന്ന് ആരംഭിച്ച വിത്തൗട്ട് വാൾസ് എന്ന പേരിലുള്ള സഭയിൽ വളരെ പെട്ടെന്ന് ആത്മാക്കളെ കൊണ്ട് നിറഞ്ഞു. 10 വർഷത്തിനകം 10,000 അംഗങ്ങളുള്ള ഒരു വലിയ സഭയായി അത് മാറ്റപ്പെട്ടു. 2002 ആയപ്പോഴേക്ക് ഫ്ലോറിഡയിലെ തന്നെ ലേക്ക് ലാൻഡിലേക്ക് തങ്ങളുടെ സഭയെ അവർ മാറ്റി പ്രതിഷ്ഠിച്ചു. അവിടെ കാർപ്പന്റേഴ്സ് ഹോം ചർച്ച് എന്ന ഒരു സ്ഥാപനവും അതിൻ്റെ സംവിധാനങ്ങളും തങ്ങളുടെ ആരാധനയ്ക്ക് വേണ്ടി അവർ വാടകയ്ക്ക് എടുത്തു. എന്നാൽ പിന്നീട് വലിയ വില കൊടുത്ത് ഈ ബിൽഡിങ്ങും 13 ഏക്കർ സ്ഥലവും അവർ വിലയ്ക്ക് വാങ്ങി. ആ സഭയിൽ 20,000-ലധികം ആളുകൾ അംഗങ്ങളായി മാറി. വളരെ ശക്തമായൊരു സഭയായത് വളർച്ച പ്രാപിച്ചെങ്കിലും ആ കെട്ടിടവും വസ്തുവും കടബാധ്യത മൂലം ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതിനകം 2007 പാസ്റ്റർ റാൻഡിയും
പക്ഷെ പോളയും തമ്മിലുള്ള വിവാഹ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കുകയും അവർ വഴിപിരിയുകയും ചെയ്തു. എങ്കിലും അത് സൗഹാർദ്ദപരമായ ഒരു വിവാഹമോചനമായിരുന്നു എന്നാണ് പോള വൈറ്റ് പറയുന്നത്. ഇപ്പോഴും തന്റെ മുൻ ഭർത്താവുമായി അവർക്ക് സൗഹൃദമുണ്ടെന്നും അവർ വെളിപ്പെടുത്തുന്നു. 2015 പോള വൈറ്റ് വീണ്ടും വിവാഹിതയായി. തന്റെ മൂന്നാമത്തെ ഭർത്താവായി ജൊനാഥാൻ കെയ്ൻ എന്ന സംഗീതജ്ഞനെയാണ് അവർ തിരഞ്ഞെടുത്തത്. അമേരിക്കയിലെ ഏറ്റവും ശക്തിയായ വനിതാ പാസ്റ്റർ, ഏറ്റവും പോപ്പുലറായ പ്രസംഗക എന്നീ നിലകളിലൊക്കെ പ്രസിദ്ധിയായിരിക്കുമ്പോൾ തന്നെ നിരവധി വിവാദങ്ങളിൽ പോള വൈറ്റ് നിരന്തരം ചെന്നുപെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോള വൈറ്റിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ വിശ്വാസപരമായത് തന്നെയാണ്. അവർ പ്രോസ്പിരിറ്റി തിയോളജിയുടെ വക്താവാണ്. സമ്പത്തിന്റെ സുവിശേഷമാണ് അവർ പ്രസംഗിക്കുന്നത്. നെയിം ഇറ്റ് ആൻഡ് ക്ലെയിം ഇറ്റ് എന്നുള്ളതാണ് പ്രോസ്പിരിറ്റി തിയോളജിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം. വിശ്വസിച്ച് അവകാശമാക്കുക എന്നുള്ള ഈ ആശയത്തെ യാഥാസ്ഥിക ക്രൈസ്തവ സമൂഹം എപ്പോഴും സംശയത്തോടുകൂടെയാണ് വീക്ഷിക്കുന്നത്. വലിയ വിമർശനങ്ങൾ ആ നിലയിൽ പ്രോസ്പിരിറ്റി തിയോളജിയുടെ വക്താക്കളൊക്കെ നേരിടാറുണ്ട്. അത് തന്നെ പോള വൈറ്റിന്റെ കാര്യത്തിലും ധാരാളം വിമർശകരെ ക്ഷണിച്ചു വരുത്തുന്ന കാര്യമാണ്. രണ്ടാമത്തെ ആരോപണം ആഡംബര ജീവിതത്തിന് വേണ്ടി പണം മുടക്കുന്നു എന്നുള്ളതാണ്. പാവപ്പെട്ട വിശ്വാസികളിൽ നിന്ന് ശേഖരിക്കുന്ന പണം ഉപയോഗിച്ച് ആഡംബരപൂർണമായ ജീവിതം നയിക്കുന്നു. വിമർശകർ ശക്തമായി ഉന്നയിക്കുന്ന മൂന്നാമത്തെ കാര്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങളെയും അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളെയും ഒക്കെ അമിതമായി സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയായി പോള വൈറ്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ട്രംപിന്റെ സ്പിരിച്വൽ അഡ്വൈസർ എന്നുള്ള നിലയിൽ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ട്രംപ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളുടെയും പുറകിൽ പോള വൈറ്റിന്റെ നിർബന്ധ ബുദ്ധികളുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ് അമേരിക്കയിലുള്ള നല്ലൊരു കൂട്ടം വിമർശകർ. നാലാമത്, പോള വൈറ്റ് നടത്തിയിട്ടുള്ള നിരവധി വിവാദ പ്രസ്താവനകൾ അവരെ എപ്പോഴും വിവാദ നായികയായി നിലനിർത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. LGBTQ-നെതിരെയൊക്കെയുള്ള ശക്തമായ നിലപാട് പോള വൈറ്റിനുണ്ട്. അവരത് പരസ്യമായി പ്രകടിപ്പിക്കാറുമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപിന് വോട്ട് ചെയ്യാത്ത ക്രിസ്ത്യാനികൾ ദൈവത്തോട് ഉത്തരം പറയേണ്ടി വരുമെന്ന് പറഞ്ഞതുപോലെയുള്ള നിരവധി പ്രസ്താവനകൾ പോള വൈറ്റിൻ്റെതായിട്ടുണ്ട്. അഞ്ചാമത്, പ്രശസ്ത സുവിശേഷ പ്രഭാഷകനായിരുന്ന ബെന്നി ഹിന്നുമായിട്ടുള്ള ബന്ധമാണ്. 2010 ബെന്നി ഹിന്നിനെയും പോള വൈറ്റിനെയും റോമിൽ വെച്ച് കണ്ടത് പത്രങ്ങൾ വാർത്തയാക്കിയതോടെയാണ് ഇതൊരു വിവാദമായി മാറിയത്. എന്നാൽ വളരെ വേഗം പോള വൈറ്റ് ആ ബന്ധത്തിൽ നിന്ന് വിടുതൽ നേടി എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ നിരവധി വിവാദങ്ങളിൽ നായികയാണ് പോള വൈറ്റ് എന്ന ഈ വനിതാ പാസ്റ്റർ. അപ്പോൾ തന്നെ അവർ അമേരിക്കയിലെ ഏറ്റവും പോപ്പുലറായ ഭരണ സംവിധാനങ്ങളിൽ ഏറ്റവും ശക്തമായ ഇടപെടലുകൾ നടത്തുവാൻ സാധിക്കുന്ന, ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു വനിതാ പാസ്റ്ററാണ്. ഇങ്ങനെ അതിശക്തയായ ഒരു വനിതാ പാസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ അവർക്കെതിരെ അതിശക്തമായ വിമർശനങ്ങളുമുണ്ട്. വിവാദങ്ങളിൽ അവർ നായികയുമാണ്. അമേരിക്കയിലെ യാഥാസ്ഥിക ക്രൈസ്തവ സമൂഹത്തിന്റെ ശക്തനായ വക്താക്കളിൽ ഒരാളായ സ്കോട്ട് റോസിന്റെ വാക്കുകളിൽ പോള വൈറ്റിന്റെ നിയമനം ഒരു അബോമിനേഷനാണ്, മ്ലേച്ഛതയാണ്. അവർ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെയും സമൃദ്ധിയുടെയും സുവിശേഷം ദുരുപദേശമാണ്, അദ്ദേഹം തുറന്നു പറയുന്നു. മാത്രവുമല്ല, ഒരു വാക്കുകൂടെ അദ്ദേഹം കടത്തി പറയുന്നു. 3 ഭർത്താക്കന്മാരുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെ ഒരു ക്രൈസ്തവ ലീഡർ ആയിരിക്കുവാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം തുറന്നു ചോദിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങളും ആരോപണങ്ങളും എല്ലാം അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. ഇന്ന് അമേരിക്കയിലെ ഭരണകൂടത്തിലെ ഏറ്റവും ശക്തയായ വനിതകളിൽ ഒരാളാണ് പാസ്റ്റർ പോള വൈറ്റ്. ഡൊണാൾഡ് ട്രംപിന്റെ സ്പിരിച്വൽ അഡ്വൈസർ എന്നുള്ള നിലയിൽ അവരുടെ നിലപാടുകളും അവരെടുക്കുന്ന തീരുമാനങ്ങളും അവരുടെ ഉപദേശങ്ങളും അമേരിക്കയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്നതായി മാറുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം പോള വൈറ്റ് അടുത്തതായി എന്ത് നീക്കങ്ങളാണ് നടത്തുവാൻ പോകുന്നതെന്ന്.